വിജിത. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വിജിതാസ് വൈബ്രന്റ് വിഷൻസ്. നമ്മളുടെ രാമായണ മാസം തുടങ്ങിയിട്ട് ഇന്നിക്ക് 27ാമത്തെ ദിവസമായി നമ്മളുടെ രാമായണ കഥ കഴിയാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ കഥ എവിടെയാണ് പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്? രാവണന്റെ അനുജനായിട്ടുള്ള വിഭീഷണൻ ശ്രീരാമനെ അഭയം പ്രാപിച്ച് കടൽ കടന്ന് ശ്രീരാമന്റെ അടുത്ത് വന്ന് അഭയം പ്രാപിക്കുന്ന അതുവരെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ അതിന്റെ ബാക്കി കഥ നമുക്ക് കേൾക്കാം. അപ്പൊ അങ്ങനെ വന്നിട്ട് വിഭീഷണൻ വന്നിട്ട് എന്ത് ചെയ്തു? ശ്രീരാമനോട് നടന്ന കഥകൾ മുഴുവൻ പറഞ്ഞു. ഞാൻ പണ്ട് തൊട്ടേ അങ്ങയുടെ ഭക്തനാണ്, ഇങ്ങനെ രാവണൻ എന്നെ ഇന്ന് കൊട്ടാരത്തിൽ നിന്ന് ഇറക്കി വിട്ടതാണ്, സീതാദേവിയെ അങ്ങേക്ക് സമർപ്പിക്കണം എന്ന് പറഞ്ഞ സമയത്ത് അപ്പം ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് അങ്ങയുടെ അടുത്തേക്ക് അഭയം പ്രാപിച്ച് വന്നിരിക്കുന്നത്. അങ്ങയെ രാവണനെ തോൽപ്പിക്കാൻ യുദ്ധത്തിലൊക്കെ ഞാൻ സഹായിക്കാൻ ഞാൻ എന്നും അങ്ങയുടെ ദാസനായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വിഭീഷണൻ വന്ന് ശ്രീരാമനോട് അഭയം പ്രാപിച്ചു. ആ സമയത്ത് അതൊക്കെ എന്താണ് ശ്രീരാമൻ സ്വീകരിച്ചു. ഓക്കെ, ഞാൻ അങ്ങയെ ഒന്നും ഉപദ്രവിക്കില്ല, എൻ്റെ കൂടെ നിന്നോളൂ എന്നൊക്കെ ശ്രീരാമൻ പറഞ്ഞു. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. ആർക്ക്? നമ്മളുടെ സുഗ്രീവന്. കാരണം രാവണന്റെ അനിയനാണ് വിഭീഷണൻ. ആ വിഭീഷണൻ ഒറ്റയ്ക്കല്ല, 4 മന്ത്രിമാരനെയും കൂടെ കൂട്ടിയിട്ടുണ്ട്. ആ മന്ത്രിമാരനെയൊക്കെ കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ അഭയം പ്രാപിക്കുക എന്നൊക്കെ പറഞ്ഞ് ശ്രീരാമന്റെ അടുത്ത് വരുമ്പോൾ അതിലെന്തൊക്കെയോ ചതി ഇല്ലേ, നമ്മളെ ചതിക്കാൻ വേണ്ടിയിട്ടല്ലേ, എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ അതിലെന്നൊക്കെ സുഗ്രീവന് നല്ല സംശയം തോന്നിയിട്ട് എന്ത് പറഞ്ഞു? സുഗ്രീവൻ വാനരന്മാരോട് ഇത് നല്ല ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇവരൊക്കെ തല്ലിക്കൊന്നുകൊള്ളാൻ വാനരന്മാരോട് പറഞ്ഞു, നമ്മൾക്ക് ഇവരൊന്നും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. അപ്പൊ ശ്രീരാമൻ അതിന് പറ്റില്ല, സുഗ്രീവ ഇതൊന്നും പറ്റില്ല, എന്താണ് അഭയം പ്രാപിച്ച് വന്നവർക്ക് ഒരിക്കലും നമ്മൾ അഭയം കൊടുക്കാതിരിക്കരുത്. അതുപോലെ വിഭീഷണൻ ഇത്രയൊക്കെ പറഞ്ഞത് കള്ളാണെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. സുഗ്രീവൻ പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ പറയുന്നത് സത്യമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ഹാനിയൊന്നും വരുത്തരുത് എന്ന് ശ്രീരാമൻ പറഞ്ഞു. അതേസമയം ഹനുമാൻ അവിടേക്ക് കടന്നു വന്നിട്ട് പറയാണ്, ഞാൻ ഈ ലങ്കയിൽ അവിടെ കത്തിച്ച എല്ലാ സ്ഥലങ്ങളും ആ സ്വർണ്ണ കൊട്ടാരമൊക്കെ കത്തിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ ഞാൻ കേവലം കത്തിക്കാതിരുന്നത് ഈ വിഭീഷണന്റെ ഗ്രഹവും സീതാമാതാവ് ഇരിക്കുന്ന സ്ഥലവുമാണ്. കാരണം ഞാൻ അവിടെ സീതാമാതാവിനെ അന്വേഷിച്ച് പോകുമ്പോൾ തന്നെ രാമനാമം കേട്ടിട്ടുണ്ടായിരുന്നു വിഭീഷണന്റെ ഗ്രഹത്തിൽ നിന്നാണ് ഹനുമാൻ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ ഓക്കെ, സുഗ്രീവന് വിശ്വാസം വരികയാണ്. രാമഭക്തനായതുകൊണ്ട് തന്നെയാണ് വിഭീഷണൻ ഇവിടേക്ക് അഭയം പ്രാപിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളത്. അങ്ങനെ അവര് യുദ്ധത്തിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ലങ്കയിലത്തെ യുദ്ധനീതി, അവിടുത്തെ സേനകളുടേത്, പിന്നെ അവിടുത്തെ കവാടങ്ങളുടെ എണ്ണം, അവിടുത്തെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് എന്ത് ചെയ്യാണ്? വിഭീഷണൻ ശ്രീരാമനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ അവരെങ്ങനെ പ്ലാൻ ചെയ്യാണ്, എങ്ങനെ യുദ്ധം ചെയ്യണം, എങ്ങനെയൊക്കെ ഏത് വഴിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറാം, എങ്ങനെയൊക്കെ യുദ്ധം ചെയ്ത് രാവണനെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ളതൊക്കെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ശ്രീരാമൻ ചിന്തിക്കുന്നത്, ഇതിപ്പോ ലങ്കയിൽ പോയിട്ട് യുദ്ധം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഈ കടൽ കടന്ന് പോണല്ലേ, എങ്ങനെയപ്പൊ ഇത്രയും വിശാലായിട്ടുള്ള കടൽ കടന്ന് പോവാ? അതും 10-20 ഒന്നുമല്ല, 100 യോജന ദൂരാണ് ഇവിടുന്ന് ലങ്കയിലേക്ക് സമുദ്രമാർഗത്തിലുള്ളത്. അപ്പൊ അത് കടന്ന് എങ്ങനെ പോകും ഇങ്ങനെ ശ്രീരാമൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ശ്രീരാമൻ ഇങ്ങനെ സ്വയമേവ തോന്നുന്നത്, ഭൂമിദേവിയുടെ ഭാരം തീർക്കാൻ ഈ അസുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അവതാരം എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്, രാവണനെ വധിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതെന്താണ്, ഭൂമിദേവിയുടെ ഭാരം തീർക്കൽ എൻ്റെ മാത്രം ഭാരമായിട്ട് വരികയാണോ? എന്താ ദേവന്മാർ ഇപ്പം എന്നെ സഹായിക്കാത്തത്? എന്താണ് വരുണദേവൻ വന്നിട്ട് സഹായമൊന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമൻ ആദ്യം വരുണദേവനെ ആവാഹിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ധ്യാനമൊക്കെ ചെയ്യാണ്. ആ സമയത്ത് വരുണദേവൻ പ്രത്യക്ഷപ്പെടുന്നില്ല. അപ്പൊ ശ്രീരാമൻ തപസ് ചെയ്തിട്ടും ശ്രീരാമൻ ധ്യാനം ചെയ്തിട്ടും വരുണദേവൻ പ്രത്യക്ഷപ്പെടാത്തപ്പോൾ എന്ത് ചെയ്തു? ശ്രീരാമന് ദേഷ്യം വന്നിട്ട് അസ്ത്രമൊക്കെ എടുത്തിട്ട്, ബ്രഹ്മാസ്ത്രമൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി അങ്ങ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സമുദ്രത്തെ മുഴുവൻ ഞാൻ വറ്റിച്ച് കളയും എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യം വന്നു. അപ്പൊ എന്തായി? എന്നിട്ട് വരുണദേവൻ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ശ്രീരാമൻ ബ്രഹ്മാസ്ത്രം എടുത്ത് അവിടെ വില്ലിൽ അങ്ങനെ വെച്ച ശേഷമാണ് പ്രത്യക്ഷപ്പെട്ടത്. അപ്പൊ പ്രത്യക്ഷപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ വരുണദേവൻ പറഞ്ഞു. അതിനുള്ള മാർഗങ്ങളൊക്കെ ഞാൻ ശരിയാക്കി തരാം, എന്നോട് അങ്ങ് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീരാമൻ പറഞ്ഞു, ബ്രഹ്മാസ്ത്രം ഞാൻ എടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞു. ഒരു അസ്ത്രം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് എന്താണ് ലക്ഷ്യം ഇല്ലാതെ അതിന് പിന്തിരിക്കാൻ കഴിയില്ല, അവരവിടേക്ക് വെക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ വരുണദേവൻ പറഞ്ഞു, വടക്ക് ഭാഗത്തായിട്ട് അതായത് എൻ്റെ ഈ സമുദ്രത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കുറേ കിങ്കരന്മാരുണ്ട്, എന്നാൽ അവരിയ്ക്കുന്ന സ്ഥലത്തേക്കായിട്ട് ഇത് അയച്ചാലെന്ന് പറയുമ്പോൾ ശ്രീരാമൻ ആ ബ്രഹ്മാസ്ത്രം അവിടേക്ക് തൊടുത്തിട്ട് സമുദ്രത്തെ ഉപദ്രവിക്കുന്ന ആളുകളൊക്കെ മരിച്ചു പോവാണ്.
അതിനുശേഷം വരുണദേവൻ ശ്രീരാമന്റെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ് എങ്ങനെ സമുദ്രം അവർക്ക് കടക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ വരുണദേവൻ പറയാണ്, സമുദ്രത്തിൽ ഒരു പാലം കെട്ടിക്കൊണ്ട് നിങ്ങൾക്ക് ആ പാലത്തിലൂടെ നടന്നുകൊണ്ട് ഇങ്ങോട്ട് പോവാം, ലങ്കയിലേക്ക് എത്താം. അപ്പൊ അതിനായിട്ട് സമുദ്രത്തിൽ, ഇത്രയും ആളുള്ള സമുദ്രത്തിൽ എങ്ങനെയാണ് പാലം കെട്ടുക? അതും വാനരന്മാരാണ് കൂടി ഉള്ളത് അല്ലേ. അന്ന് ഇന്നത്തെ പോലത്തെ സാങ്കേതിക വിദ്യകളും ഒന്നും ഇല്ലാത്ത അത്രയും വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. എങ്ങനെയാണ് സമുദ്രത്തിൽ പാലം കെട്ടുക? അപ്പോഴാണ് വരുണദേവൻ പറഞ്ഞു കൊടുക്കുന്നത്, ഈ വാനരന്മാരുടെ ഉള്ളില് നളൻ എന്ന് പറയുന്ന ഒരു വാനരൻ ഉണ്ട്. ആ വാനരൻ വിശ്വകർമാവിന്റെ പുത്രനാണ്. ആ വാനരന് ഒരുപാട് ശക്തികളുണ്ട് നളന്. അതായത് അപ്പം വരുണദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്, നളൻ ഒരു കല്ലെടുത്തിട്ട് സമുദ്രത്തിൽ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ആ കല്ല് എപ്പോഴും സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കും, ആ കല്ല് ഒരിക്കലും താന്നു പോയില്ല. അപ്പൊ അങ്ങനെ കല്ലുകളെ വെച്ച് 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 ഒരു പാലാക്കിയിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ നടന്ന് ശ്രീരാമനും വാനരപ്പടയ്ക്കും ഒക്കെ ലങ്ക വരെ എത്താം. അതാണ് ഇതിനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് വരുണദേവൻ ശ്രീരാമനും സുഗ്രീവനും ഒക്കെ. എന്നിട്ട് വരുണദേവൻ പിന്നീട് അപ്രത്യക്ഷമാവാണ്. അപ്പം ഈ എന്താണ്, പാലം ഉണ്ടാക്കാനുള്ള രാമസേതു എന്നാണ് പറയാ. ആ രാമസേതു ഉണ്ടാക്കാനുള്ള തുടക്കത്തിനായിട്ട് അവർ നളനെയൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. എന്നിട്ട് അതിൻ്റെ മുമ്പ് മഹാദേവന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഒരു മഹാദേവന്റെ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ട് ശ്രീരാമൻ അവിടെ പൂജ ചെയ്യണം ആ കടൽ തീരത്ത്. അതാണ് രാമേശ്വരം എന്ന് പറയുന്ന സ്ഥലമായിട്ട് മഹാദേവന്റെ ക്ഷേത്രം അവിടെ ഉള്ളത്. അവിടെ നമ്മൾ എന്താണ് പോയി പ്രാർത്ഥിക്കുമ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിലൊന്നും വിഘ്നമില്ലാതെ, എന്ത് തടസ്സം വന്ന് നിൽക്കുന്ന കാര്യമായാലും ഒരു തടസ്സങ്ങളും ഇല്ലാതെ ഭഗവാന്റെ അനുഗ്രഹത്തോടെ നടക്കും എന്നാണ് ഇന്നും ഉള്ള വിശ്വാസം. ഈ രാമസേതു ഒക്കെ ഇത്രയും കാലം മുമ്പ്, നാം ഈ പറയുന്ന കഥകളിലൊക്കെ ഉള്ള രാമസേതു ഇത്രയും കാലം മുമ്പ് ഉണ്ടായിരുന്നു എന്നതിനുള്ള തെളിവ് ഇന്നും നമുക്ക് അവിടെ ആ രാമേശ്വരം ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ പുരാണ കഥകളൊന്നും വെറുതെ അങ്ങോട്ട് പടച്ചു വിടുന്നതല്ല, ഇവിടെ കുറെയൊക്കെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നുള്ളത്. അപ്പൊ രാമസേതു ഉണ്ടാക്കാൻ തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ വീഡിയോയിലൂടെ ബാക്കി കഥ കേട്ട് മനസ്സിലാക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശുഭദിനം നേരുന്നു.